Hello everyone. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കോൺസെപ്റ്റ്സ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോവിങ് ഇൻ പോർട്ട്ഫോളിയോ, അതേപോലെ തന്നെ ക്യാപം ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡൽ, ദെൻ SML ആൻഡ് CML സെക്യൂരിറ്റി മാർക്കറ്റ് ലൈൻ ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ. ഈ 4 ടോപ്പിക്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ ഓഫ് ദി ടോപ്പിക്സ് ആണ് കോൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്നത്. ഓക്കെ, one of the assumptions of CAPM is that investors can lend and borrow unlimited amounts. Okay, CAPM അല്ലെങ്കിൽ ക്യാപിറ്റൽ അസറ്റ് പ്രൈസിംഗ് മോഡലിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അസംഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിന് ദേ ക്യാൻ ലെൻഡ് ആൻഡ് ബോറോ അൺലിമിറ്റഡ് എമൗണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അൺലിമിറ്റഡ് എമൗണ്ട്സ് ലെൻഡ് ചെയ്യാനും ബോറോ ചെയ്യാനായിട്ട് സാധിക്കും അണ്ടർ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. എങ്ങനെയാണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അൺലിമിറ്റഡ് എമൗണ്ടിനെ ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും സാധിക്കും ഫോർ ദ പർപ്പസ് ഓഫ് ഡെവലപ്പിംഗ് എ ന്യൂ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ പോർട്ട്ഫോളിയോ ജനറേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോനെ റീഅറേഞ്ച് ചെയ്യുന്നതിന് അവർക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഫണ്ട് ലെൻഡ് ചെയ്യുകയോ ബോറോ ചെയ്യുകയോ ചെയ്യാം അറ്റ് റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റിൽ അവർക്ക് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും സാധിക്കും. ആൻഡ് ദർ ഈസ് നോ ലിമിറ്റേഷൻ. അതിനെന്തില്ല, ആ ഒരു എമൗണ്ടിൻ്റെ ആ ഒരു ലെൻഡിങ്ങിനോ ബോറോയിങ്ങിനോ എന്ത് വരുന്നില്ല, ലിമിറ്റേഷൻ വരുന്നില്ല, അല്ലെങ്കിൽ അതെന്തായിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കും. ഇനി എന്താണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്? റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ അസറ്റ്സ് ഓർ ദർ ആർ സെക്യൂരിറ്റീസ് വിച്ച് ആർ റിസ്കി ആൻഡ് റിസ്ക് ഫ്രീ. ഓക്കെ, 2 തരത്തിലുള്ള സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ അസറ്റ്സ് ആണുള്ളത്. അപ്പോൾ അതിൽ വരുന്നതാണ് ഒന്ന് റിസ്ക് ഫ്രീ എന്ന് പറയുന്നതും, അതേപോലെ രണ്ടാമത് വരുന്നതാണ് റിസ്കി അസറ്റ്സ്. ഓക്കെ, ആദ്യം വരുന്നതാണ് റിസ്ക് ഫ്രീ അസറ്റ്സ്, രണ്ടാമത് വരുന്നതാണ് റിസ്കി അസറ്റ്സ്. അല്ലെ, റിസ്ക് ഫ്രീ അസറ്റ്സിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ആൻഡ് റിസ്കി അസറ്റ്സിൻ്റെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക മെയിനായിട്ടും ഗവൺമെൻറ് സെക്യൂരിറ്റീസിനായിരിക്കും. ഓക്കെ, ഗവൺമെൻറ് സെക്യൂരിറ്റീസിനായിരിക്കും മെയിനായിട്ട് ഈ ഒരു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരിക. കാരണം എന്താണ്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ്, അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, റിസ്ക് അവിടെ നില്ലായിരിക്കും. അല്ലേ, എങ്ങനെയായാലും നമുക്ക് എന്താണ്, നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരില്ല, നമുക്ക് റിട്ടേൺ എൻഷുർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ് എന്ന് ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ പറയുന്നത്. അപ്പോൾ ആ ഒരു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ അൺലിമിറ്റഡ് ആയിട്ടുള്ള എമൗണ്ട് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും സാധിക്കും ഫോർ ക്രിയേറ്റിംഗ് ന്യൂ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ റിസ്ക് ഫ്രീ അസറ്റ്സ് ക്യാൻ ബി ആഡഡ് ആൻഡ് സബ്ട്രാക്റ്റഡ് ഫ്രം ദി ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ. നമ്മുടെ പോർട്ട്ഫോളിയോ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്നാൽ എന്താ, മാക്സിമം റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. ഓക്കെ, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, മാക്സിമം റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്ക്. അപ്പോൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പോർട്ട്ഫോളിയോ വിച്ച് എൻഷുർ മാക്സിമം റിട്ടേൺ അറ്റ് എ ഗിവൺ ലെവൽ ഓഫ് റിസ്കിനെയാണ് നമ്മൾ ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിസ്ക് ഫ്രീ അസറ്റ്സിനെ ആഡ് ചെയ്യാനോ സബ്ട്രാക്ട് ചെയ്യാനോ ഒക്കെ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ റിസ്ക് ഫ്രീ അസറ്റ്സിനെ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു പോർഷനെയാണ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. അപ്പോൾ കോൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ്ങിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒപ്റ്റിമൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഒരു മെത്തേഡാണ് കോൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്നത്. നമ്മൾ തൊട്ട് മുന്നത്തെ ക്ലാസ്സിലൊക്കെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ എന്താ, അതിൽ റിസ്കി ആയിട്ടുള്ള അസറ്റ്സ് ഉപയോഗിച്ചിട്ട് മാക്സിമം റിട്ടേൺ കിട്ടുന്നതിനെയാണ് എഫിഷ്യൻറ്റ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ റിസ്ക് ഫ്രീ അസറ്റ്സ് കൂടി ആഡ് ചെയ്യുമ്പോൾ അതിൽ വരുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്. അപ്പം ഇത്തരത്തിൽ നമുക്കൊരു ഒപ്റ്റിമൽ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, റിസ്ക് ഫ്രീ അസറ്റ്സിനെ ആഡ് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് കോൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്താണ്, ഒപ്റ്റിമൽ പോർട്ട്ഫോളിയോ കിട്ടാനായിട്ട് നമുക്ക് 2 മെത്തേഡ്സ് ആണുള്ളത്. ഒന്ന് ലെൻഡിങ്ങും രണ്ടാമത്തത് ബോറോയിങ് ആൻഡ്
ലെൻഡിങ്ങും. ഓക്കെ, നമ്മുടെ പോർട്ട്ഫോളിയോനെ ഒപ്റ്റിമം ആക്കാൻ, അതായത് മാക്സിമം റിട്ടേൺ അറ്റ് ഗിവൻ ലെവൽ ഓഫ് റിസ്ക് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്, ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. ഇത് രണ്ടും എന്താണ്, അൺലിമിറ്റഡ് ആണ്. അൺലിമിറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് ബോറോ ചെയ്യാനും ലെൻഡ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ റിസ്ക് ഫ്രീ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇത് ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ഇതിൽ വരുന്ന ഒന്നാമത്തെ സബ് ക്ലാസിഫിക്കേഷനാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് റിസ്ക് ലെസ് ലെൻഡിങ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എങ്ങനെയാണ്. എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഈ ഒരു കേവിൻ്റെ സൈസിലാണ്, അല്ലെ, കേവ് മോഡലിലാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ എപ്പോഴും എന്താണ്, റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ് ആയിരിക്കും എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ്, മാക്സിമം റിട്ടേൺ തരുന്ന റിസ്കി പോർട്ട്ഫോളിയോസ് ആയിരിക്കും ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിലേക്ക് നമ്മൾ റിസ്ക് ഫ്രീ അസറ്റ്സ് കൂടി വരുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കോമ്പിനേഷൻ ഈ ഒരു എന്താ പറയുക, ഈ ഒരു ഫ്രോണ്ടിയറിനെ അല്ലെങ്കിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിനെ എങ്ങനെയാണ് അത് ചേഞ്ച് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത്തെയാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയേഴ്സ് വിത്ത് റിസ്ക് ലെസ് ലെൻഡിങ്. Efficient frontier arising from a feasible set of portfolio of risky asset in concave. നമ്മൾ ഓൾറെഡി പറഞ്ഞു എങ്ങനെയാണ്, കോൺകേവ് ഷേപ്പിലുള്ള ഒരു മോഡലിലാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഉണ്ടായിരിക്കുക. When an investor is assumed to use riskless lending and borrowing, the shape of efficient frontier transform to straight line. അപ്പോൾ എന്താണ് പറയുന്നത്, അപ്പോൾ ഇൻവെസ്റ്റർ റിസ്ക്ലെസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം നോർമലി റിസ്കി പോർട്ട്ഫോളിയോസിൻ്റെ ആണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ, അതൊരു കോൺകേവിലായിരിക്കും. അതേസമയം ഇൻവെസ്റ്റർ റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റ്സിൽ കൂടി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് റിസ്ക്ലെസ് ലെൻഡിങ് എന്ന് പറയുന്നത്. ദ ഇൻവെസ്റ്റർ മേ ലെൻഡ് എ പാർട്ട് ഓഫ് ഹിസ് മണി അറ്റ് ദ റിസ്ക്ലെസ് rate and that is they invest in the risk free asset and invest the remaining portion of funds in the risky portfolio. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഇൻവെസ്റ്റർ ചെയ്യുന്നത്, മേ ബി അയാളുടെ കയ്യിൽ ഒരു 10,000 റുപ്പീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതിലൊരു 5,000 അയാൾ എന്തായിരിക്കും റിസ്കി അസറ്റ്സിലും ബാലൻസ് വരുന്ന 5,000 റിസ്ക് ഫ്രീ അസറ്റ്സിലും ആയിരിക്കും അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ റിസ്കി അസറ്റ്സിൻ്റെയും അല്ലെങ്കിൽ റിസ്കി സെക്യൂരിറ്റീസിൻ്റെയും റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസിൻ്റെയും ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യുമ്പോൾ അത് നമ്മുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിനെ എന്താക്കും, കേവിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആകാനായിട്ട് ആ ഒരു എന്താ പറയുക, ആ ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും എന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. ഓക്കെ, ഇൻ സച്ച് കേസ് ദ റിസ്ക് ആൻഡ് റിട്ടേൺ ഓഫ് ദ കമ്പൈൻഡ് പോർട്ട്ഫോളിയോ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എങ്ങനെയാണ് റിസ്കിയും റിസ്ക് ഫ്രീയും, ഓക്കെ, റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലസ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് റിട്ടേണും റിസ്ക്കും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. റിട്ടേൺ ഈസ് ഈക്വൽ ടു ആർ സി ഈസ് ഈക്വൽ ടു WRM പ്ലസ് 1 മൈനസ് W ഇൻറ്റു RF. ഓക്കെ, റിട്ടേൺ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, W ഇൻറ്റു RM പ്ലസ് 1 മൈനസ് W ഇൻറ്റു RF. ഇനി എന്താണ് RC എന്ന് പറയുന്നതാണ് റിട്ടേൺ എന്ന് പറയുന്നത്. W എന്ന് പറയുന്നതാണ് പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസ്കി അസറ്റ്. ഓക്കെ, W എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസ്കി അസറ്റ്. ഓക്കെ, W എന്ന് പറയുന്നത് എന്തിനാണ്, പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസ്കി അസറ്റ്സ്. RM എന്ന് പറയുന്നത് റിട്ടേൺ ഫ്രം റിസ്കി അസറ്റ്സ്. റിട്ടേൺ ഫ്രം റിസ്കി അസറ്റ്. ഓക്കെ, റിട്ടേൺ ഫ്രം റിസ്കി അസറ്റ്. RM എന്ന് പറയുന്നത് റിട്ടേൺ ഫ്രം റിസ്കി അസറ്റ്. 1 മൈനസ് W എന്ന് പറയുന്നത് റിസ്ക് ഫ്രീ അസറ്റിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ, റിസ്ക് ഫ്രീ അസറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ RF റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
നമുക്ക് എന്ത് ചെയ്യാനായിട്ട് റിട്ടേൺ കണ്ടുപിടിക്കാനാണ്. ഇത്തരത്തിൽ റിസ്കി അസറ്റ്സും റിസ്ക് ഫ്രീ അസറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാനാണ് റിട്ടേൺ കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് W×RM പ്ലസ് 1 - W×RF. അതിൽ W എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസ്കി അസറ്റ്സ്. റിസ്കി അസറ്റ്സിലുള്ള പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് W കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. RM എന്ന് പറഞ്ഞാൽ എന്താണ്? റിസ്കി അസറ്റ്സിൻ്റെ മുകളിലുള്ള റിട്ടേണിനെയാണ് നമുക്ക് RM എന്ന് പറയാം. 1 - W എന്ന് പറഞ്ഞാൽ എന്താ? W എന്താ? റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ്സിലുള്ള പ്രൊപ്പോർഷനേറ്റ് ഫണ്ടാണ്. അപ്പം 1 - W ആകുമ്പോൾ എന്താവും? റിസ്ക് ഫ്രീ അസറ്റ്സിലുള്ള പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് 1 - W. ദെൻ RF ഈസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ റിട്ടേൺ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക. അതേപോലെ തന്നെ റിസ്ക് കണ്ടുപിടിക്കാനായിട്ടോ W∑m പ്ലസ് 1 - W×∑f. റിസ്ക് ആയതുകൊണ്ടാണ് ഈ ഒരു സിഗ്മ യൂസ് ചെയ്യുന്നത്. സെയിം ഇക്വേഷൻ ആണ് റിട്ടേണിന് പകരം എന്ത് വരുന്നു? സിഗ്മ വരുന്നു, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വരുന്നു. ബിക്കോസ് നമ്മൾ റിസ്ക് ആണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും? റിട്ടേണും റിസ്ക്കും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി ഈ ഒരു കോൺസെപ്റ്റിൽ ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? വി ആർ ലെൻഡിങ് മണി ഓർ വി ആർ ഇൻവെസ്റ്റിംഗ് മണി ഇൻ റിസ്ക് ഫ്രീ അസറ്റ്സ് ഓർ റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസ്. റിസ്ക് ഫ്രീ ആയിട്ടുള്ള സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലെൻഡിങ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വരുന്ന മെത്തേഡിൽ റിസ്ക്കും റിട്ടേണും നമുക്ക് ഈ ഒരു ഫോമാറ്റിൽ കണ്ടുപിടിക്കാം. The return and risk of all possible combinations of the riskless assets and the risky portfolio may be calculated and these points lies in a straight line. Okay, അപ്പോൾ ഇത്തരത്തിൽ റിസ്കി ആൻഡ് റിസ്ക് ഫ്രീ ആയിട്ടുള്ള അസറ്റ്സിൻ്റെ കോമ്പിനേഷനിൽ പോർട്ട്ഫോളിയോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടുക? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും, ഏകദേശം ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. കാരണം എന്താണ്? എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ എങ്ങനെയായിരുന്നു? ഒരു കേവ് ഷേപ്പിലാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഉണ്ടാകുന്നത്. ഇതിലെന്താണ്? റിസ്കി അസറ്റ്സ് ആണ് കൂടുതലും ഉണ്ടാവുക. റിസ്കി അസറ്റ്സ് ആണ് കൂടുതലും ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എന്താണ്? റിസ്ക് ഫ്രീ അസറ്റ്സിൽ കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫ്രോണ്ടിയർ എങ്ങനെയായിട്ട് പോകും? കുറേയും കൂടിയും ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി എന്താണ് ഇവിടെ കോമ്പിനേഷൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? കോമ്പിനേഷൻ എന്ന് പറയുന്നത് മേ ബി നമ്മളെന്താ ഒരു 30% റിസ്ക് ഫ്രീയിലും ബാക്കി എന്താ പറയുക 70% റിസ്കി അസറ്റ്സിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, റിസ്കി അസറ്റ്സിലുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് നേരെ തിരിച്ചും ചെയ്യാം. എന്താ 70% റിസ്ക് ഫ്രീയിലും 30% നമുക്ക് റിസ്കി ആയിട്ടുള്ള അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ എന്താ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നമുക്ക് നോക്കാം. ഇൻവെസ്റ്ററുടെ റിസ്ക് പ്രിഫറൻസിനനുസരിച്ച് അയാൾക്ക് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് നമ്മളെന്താണ് അതിൻ്റെയൊക്കെ റിട്ടേണും കാര്യങ്ങളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മളത് പ്ലോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായിരിക്കും നമ്മുടെ ആ ഒരു ഗ്രാഫ് ഉണ്ടായിരിക്കുക? നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ഗ്രാഫായിട്ട് കിട്ടുക. അപ്പോൾ ഇതാണ് ആദ്യത്തെ കോൺസെപ്റ്റ്, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് റിസ്ക്ലെസ് ലെൻഡിങ്. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് റിസ്ക്ലെസ് ലെൻഡിങ്. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൽ മെയിനായിട്ട് പറയുന്നത് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്കി അസറ്റ്സിൻ്റെ കോമ്പിനേഷൻ അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് തരുന്ന ഒപ്റ്റിമം പോർട്ട്ഫോളിയോസ് ആണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ വരിക. അപ്പോൾ അതിൽ മെയിനായിട്ടും റിസ്കി അസറ്റ്സ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിൽ റിസ്കി അസറ്റ്സിൻ്റെ ആ ഒരു കൂടുതൽ നിന്ന് ആ ഒരു ഓപ്ഷൻ മാറ്റി റിസ്കി പ്ലസ് റിസ്ക് ഫ്രീ ആ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുമ്പോൾ അതെങ്ങനെയാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു കോൺസെപ്റ്റിലൂടെ മെയിനായിട്ട് നോക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ റിസ്കി അസറ്റ്സിൻ്റെ ഒപ്പം റിസ്ക് ഫ്രീ അസറ്റ്സിൽ കൂടി ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, റിസ്ക് ഫ്രീയും റിസ്കി അസറ്റ്സും ഇവിടെ എന്ത് ചെയ്യാണ്? ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് റിട്ടേണും റിസ്ക്കും എന്താണ് ഈ പറയുന്ന ഇക്വേഷൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് എന്തായിരിക്കും ഗ്രാഫിക്കലി നമ്മളിത് പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമ്മുടെ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൻ്റെ എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും റിസ്കി പ്ലസ് റിസ്ക് ഫ്രീ എന്ന് പറയുന്ന ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ 2 വേസ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, 2 മെത്തേഡാണ് എന്ന് ഓൾറെഡി പറഞ്ഞു, ലെൻഡിങ് ആൻഡ് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ലെൻഡിങ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വരുന്നതാണ്
ബോറോയിങ് എന്ന് പറയുന്നത്. ബോറോയിങ് ആൻഡ് ലെൻഡിങ്. ഓക്കെ, എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. ഇവിടെ ബോറോയിങ് ആൻഡ് ലെൻഡിങ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബോറോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബോറോ ചെയ്യാല്ലേ, കടം വാങ്ങിക്കാല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, ഓക്കെ, റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓൺ ഫണ്ട് അല്ലാതെ ബോറോ ചെയ്ത ഫണ്ട് കൂടി ഉപയോഗിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇൻവെസ്റ്റർ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ഓൺ ഫണ്ട് അല്ലാതെ ബോറോ ചെയ്ത ഫണ്ട് കൂടി യൂസ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കോൺസെപ്റ്റ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് ബോറോയിങ് ആൻഡ് ലെൻഡിങ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബോറോ ചെയ്യുന്നു. ഓക്കെ, ബോറോ ചെയ്യുന്നു. ഇനി ഏത് റേറ്റിലാണ് ഇവർ ബോറോ ചെയ്യുന്നത്? അത് റിസ്ക് ഫ്രീ റേറ്റിലായിരിക്കും. ഓക്കെ, റിസ്ക് ഫ്രീ റേറ്റിലായിരിക്കും ഇവർ ബോറോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ബോറോയിങ് ആൻഡ് ലെൻഡിങ്ങിൽ എന്താണ്, റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ് റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ബൈ ബോറോയിങ് ഫണ്ട്. അവരെന്താണ്, ഓൺ ഫണ്ട് അല്ലാതെ ബോറോ ചെയ്തിട്ടുള്ള ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതും ഏത് റേറ്റിൽ? റിസ്ക് ഫ്രീ റേറ്റിലാണ് അവർ ബോറോയിങ്സ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ലെറ്റ് us consider borrowing funds by the investor for investing in risky portfolio. ഓക്കെ, റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോറോ ചെയ്യുന്നത്, വിച്ച് ഈസ് ലാർജർ ദാൻ ഹിസ് ഓൺ ഫണ്ട്. അയാളുടെ ഓൺ ഫണ്ടിനേക്കാളും കൂടുതലായിട്ട് വരുന്ന ഒരു എമൗണ്ട് ഉപയോഗിച്ചിട്ട് അയാൾ എന്ത് ചെയ്യാണ്, റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഇനി എങ്ങനെയാണ് അയാൾക്ക് ഫണ്ട് കിട്ടുന്നത്? ബോറോ ചെയ്തിട്ടാണ് ഫണ്ട് കിട്ടുന്നത്. ഓക്കെ, സോ ഇഫ് W ഈസ് ദി പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ഡബ്ല്യുവിനെ നമ്മൾ എന്തായിട്ട് എടുക്കുകയാണ്, പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ്. നമ്മൾ നേരത്തെ ഇക്വേഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു. W എന്ന് പറയുന്നത് എന്താണ്, പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ് അല്ലെങ്കിൽ പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ W ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണ്, ഫുള്ളി കമ്മിറ്റഡ് ടു റിസ്ക് പോർട്ട്ഫോളിയോ. ഓക്കെ, അപ്പോൾ W എന്ന് പറയുന്നത് പ്രൊപ്പോർഷൻ ഓഫ് ഫണ്ട്സ് ഇൻവെസ്റ്റഡ് ആണ്. അല്ലെ W ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ ഫുള്ളി കമ്മിറ്റഡ് ടു റിസ്കി പോർട്ട്ഫോളിയോയിലാണ് നമ്മൾ ഫുള്ളായിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ W ലെസ് ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, W ലെസ് ദാൻ 1 ആണെങ്കിൽ എ ഫ്രാക്ഷൻ ഓഫ് ഫണ്ട് ഈസ് ഇൻവെസ്റ്റഡ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ. W ലെസ് ദാൻ 1ൻ്റെ കേസിൽ ഒരു ഫ്രാക്ഷൻ ഓഫ് എമൗണ്ട് മാത്രമേ നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. റിമൈനിങ് എമൗണ്ട് നമ്മൾ എവിടെയാണ് ഇടുന്നത്? റിസ്ക് ഫ്രീ റേറ്റിലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ W ഈക്വൽ ടു 1 ആണെങ്കിൽ കംപ്ലീറ്റ്ലി റിസ്കി ആയിരിക്കും. അതേസമയം W ലെസ് ദാൻ 1 ആണെങ്കിൽ റിസ്ക് ഫ്രീയും ഉണ്ടായിരിക്കും, റിസ്കിയും ഉണ്ടായിരിക്കും. റിസ്ക് ഫ്രീയും റിസ്കിയും ഉണ്ടായിരിക്കും. പക്ഷേ ഈ റിസ്കി എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഒരു ഫ്രാക്ഷനബിൾ എമൗണ്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് എമൗണ്ട് എന്ന് പറയുന്നത് കുറവായിരിക്കും. അതേസമയം ഇനി W ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ, ഓക്കെ, W ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിലോ, ഇൻവെസ്റ്റർ ഈസ് ബോറോയിങ് അറ്റ് റിസ്ക് ഫ്രീ റേറ്റ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആൻ എമൗണ്ട് ലാർജർ ദാൻ ഹിസ് ഓൺ ഫണ്ട്സ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ. ഇവിടെ എന്താണ്, W ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓൺ ഫണ്ട് അല്ലെങ്കിൽ ഇൻവെസ്റ്റർ ഓൺ ഫണ്ടിനേക്കാൾ കൂടുതൽ ബോറോ ചെയ്ത് അതെന്ത് ചെയ്യാണ്, റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് ഇവിടെ നമ്മൾ, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റാണ് ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഓക്കെ, പ്രൊപ്പോർഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ഫണ്ട് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആവുമ്പോൾ, ഓക്കെ, ഈ ഒരു പ്രൊപ്പോർഷൻ വന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ വരുന്നത്. W ഈക്വൽ ടു 1 ആണെങ്കിൽ റിസ്കി അസറ്റ്സ് മാത്രമായിരിക്കും. W ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരു ഫ്രാക്ഷൻ ഓഫ് എമൗണ്ട് റിസ്കിയിലും ബാക്കി എമൗണ്ട് റിസ്ക് ഫ്രീയിലും ആയിരിക്കും. ഇനി W ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ, ഓക്കെ, W ഗ്രേറ്റർ ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? അവർ ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ടായിരിക്കും റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതും എങ്ങനെ, റിസ്ക് ഫ്രീ റേറ്റിലായിരിക്കും അവർ ബോറോ ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, പിന്നെ ഈ ഒരു കേസിൽ നമ്മൾ റിട്ടേൺ ആൻഡ് റിസ്ക് ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാന്നാണ്. അതേപോലെ തന്നെ ഈ ഒരു പോർട്ട്ഫോളിയോനെ നമ്മൾ പറയുന്ന പേരാണ് ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ. ഓക്കെ, ഇവിടെ എന്താണ്, ബോറോയിങ് ആൻഡ് ലെൻഡിങ് ആണ് വരുന്നത്. ബോറോയിങ് ആൻഡ് ലെൻഡിങ്.
ഓക്കെ, ബോറോയിങ് ആൻഡ് ലെൻഡിങ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെന്താണ് നമ്മൾ പറയുക, ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ എന്നാണ് പറയുക. ബോറോയിങ് ആൻഡ് ലെൻഡിങ് വരാൻ കാരണം എന്താണ്, നമ്മൾ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് റിസ്ക് ഫ്രീ റേറ്റിൽ ബോറോ ചെയ്യുന്ന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ആവുന്നത്. അതേപോലെ ഇവിടെ നമുക്ക് റിട്ടേൺ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, RL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേൺ ആണ്, എക്സ്പെക്റ്റഡ് റിട്ടേൺ ആണ്, WRM മൈനസ് W മൈനസ് 1 ഇൻറ്റു RF. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഇൻ ലെൻഡിങ്ങിൻ്റെ കേസിൽ 1 മൈനസ് W ആയിരുന്നു അല്ലേ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ കേസിൽ എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ ഇൻ ലെൻഡിങ്ങിൻ്റെ കേസിൽ നമുക്ക് 1 മൈനസ് W എന്നുള്ളതായിരുന്നു റിട്ടേൺ കണ്ടുപിടിക്കാനുള്ളത്. പക്ഷെ ഇവിടെ എന്താണ്, W മൈനസ് 1 ആണ്. W മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ റിസ്കി അസെറ്റ് മൈനസ് 1. പ്രൊപ്പോർഷനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ risky asset. Okay, proportionate investment in risky asset minus 1 എന്നുള്ളതാണ് W മൈനസ് 1. ഓക്കെ, മറ്റേ കേസിൽ എങ്ങനെയായിരുന്നു 1 മൈനസ് W, അതായത് റിസ്ക് ഫ്രീ സെക്യൂരിറ്റീസിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടെ പറയുമ്പോൾ നമുക്ക് എന്താണ്, റിസ്കി ആയിട്ടുള്ള പോർട്ട്ഫോളിയോയിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻ്റ് ആണ് -1. ദെൻ RF ഇസ് ഈക്വൽ ടു റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ദെൻ റിസ്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, W ഇൻറ്റു സിഗ്മ M ആണ് നമുക്ക് റിസ്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ടാമത്തെ കേസിൽ എന്താണ്, ബോറോയിങ് ആൻഡ് ലെൻഡിങ് ആണ്. ഇവിടെ നമ്മൾ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പോർട്ട്ഫോളിയോനെ, ഓക്കെ, ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോർട്ട്ഫോളിയോനെ എന്താണ് പറയുക, ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ. ഓക്കെ, ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ എന്നാണ് പറയുക. അപ്പോൾ അതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ, റിട്ടേൺ ആൻഡ് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RL ഈസ് ഈക്വൽ ടു W ഇൻറ്റു RM മൈനസ് W മൈനസ് 1 ഇൻറ്റു RF. അതുപോലെ റിസ്ക് ആണെങ്കിൽ സിഗ്മ C ഈസ് ഈക്വൽ ടു W ഇൻറ്റു സിഗ്മ M. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് യൂസ് ചെയ്യുക. The return and risk of the leveraged portfolio are larger than those of the risky portfolio. Okay, അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, നമ്മൾ ഇത്തരത്തിൽ ഒരു ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ഇത്തരത്തിൽ ഒരു ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, ഇറ്റ് ഹാസ് ലാർജർ റിട്ടേൺ ദാൻ ദി റിസ്കി പോർട്ട്ഫോളിയോ. ഓക്കെ, ഇറ്റ് ഹാസ് എ ലാർജർ റിട്ടേൺ ദാൻ ദി റിസ്കി പോർട്ട്ഫോളിയോ. ഇവിടെ എന്ത് മാത്രമുണ്ട്, ഇൻക്രീസ്ഡ് റിട്ടേണും ഇൻക്രീസ്ഡ് റിസ്ക്കും നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ലിവറേജ്ഡ് പോർട്ട്ഫോളിയോയിലേക്ക് പോകുന്നത്, ലിവറേജ്ഡ് പോർട്ട്ഫോളിയോയിൽ മറ്റേ നോർമൽ റിസ്കി പോർട്ട്ഫോളിയോനേക്കാളും എന്തുണ്ടായിരിക്കും, അതൊരു ലാർജർ റിട്ടേണും റിസ്ക്കും നമുക്ക് എൻഷുർ ചെയ്യുന്നുണ്ടായിരിക്കും. റിട്ടേൺ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസ്ക്കും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്, റിട്ടേൺ കൂടുന്നതുകൊണ്ട് അല്ലെങ്കിൽ നോർമൽ പോർട്ട്ഫോളിയോനേക്കാളും ലിവറേജ്ഡ് പോർട്ട്ഫോളിയോയിൽ റിട്ടേൺ കൂടുന്നതുകൊണ്ട് റിസ്ക്കും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ റിസ്കി പോർട്ട്ഫോളിയോ മാത്രം ഉപയോഗിക്കാതെ ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് എന്താണ്, നമ്മുടെ ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷനിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ റിട്ടേൺ ആൻഡ് റിസ്ക് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ഓക്കെ, ദ റിട്ടേൺ ആൻഡ് റിസ്ക് ഓഫ് ഓൾ ലിവേർഡ് പോർട്ട്ഫോളിയോസ് വുഡ് ലൈ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇവിടെയും എന്തായിരിക്കും, ആ ഒരു റിട്ടേൺ ആൻഡ് റിസ്ക് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ അതെങ്ങനെയായിരിക്കും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ഗ്രാഫിക്കലി റിട്ടേണും റിസ്ക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കേസിലും എങ്ങനെയാണ് കിട്ടുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓക്കെ, ഈ ഒരു രീതിയിൽ സ്ട്രെയിറ്റ് ലൈൻ ബേസിസിലായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. ദസ് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഗീവ് അസ് സ്ട്രെയിറ്റ് ലൈൻ ത്രൂ ഔട്ട്. എന്താണ്, ഒരു ബോറോയിങ് ആൻഡ് ലെൻഡിങ് കോൺസെപ്റ്റിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കുക, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കുക. ഫസ്റ്റത്തെ കേസിലും ലെൻഡിങ്ങിൻ്റെ കേസിലും നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അതിലും കുറച്ചും കൂടി സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ്, അല്ലെങ്കിൽ അതിൽ കുറച്ച് ആദ്യത്തെ ഒരു പോർഷൻ മാത്രമേ നമുക്ക് സ്ട്രെയിറ്റ് കിട്ടുള്ളൂ, അതിനുശേഷം ഡിഫറൻസ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു കേസിൽ ബോറോയിങ് ആൻഡ് ലെൻഡിങ്ങിൻ്റെ കേസിൽ എന്താണ്, ത്രൂ ഔട്ട് നമുക്ക് എങ്ങനെയായിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും
കിട്ടുന്നുണ്ടാവുക. ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇൻവെസ്റ്റേഴ്സ് ഹു പ്രിഫർ റിസ്ക് അവേർഷൻ. ഓക്കെ, ഇൻവെസ്റ്റേഴ്സ് ഹു പ്രിഫർ റിസ്ക് അവേർഷൻ. റിസ്ക് അവേർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? റിസ്ക് റിഡക്ഷൻ. ഓക്കെ, റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ റിസ്ക് അവേർഷൻ പ്രിഫർ ചെയ്യുന്നവർ എന്ന് പറയാം. ഓക്കെ, റിസ്ക് റെഡ്യൂസ് ചെയ്ത് റിട്ടേൺ കിട്ടുക എന്നുള്ള ഒരു കോൺസെപ്റ്റിലുള്ളവരെയാണ് നമ്മൾ റിസ്ക് അവേർഷൻ പ്രിഫർ ചെയ്യുന്നവർ പറയാം. അപ്പോൾ അവരുടെ കേസിൽ ദേ വിൽ പ്രിഫർ ടു ലെൻഡ് ആൻഡ് ദസ് ഹോൾഡ് എ കോമ്പിനേഷൻ ഓഫ് റിസ്ക് ഫ്രീ ആൻഡ് റിസ്കി അസറ്റ്സ്. അപ്പോൾ അവരെങ്ങനെയാണ്? അവർ റിസ്ക് ഫ്രീൻ്റെയും റിസ്കി അസറ്റ്സിൻ്റെ ഒരു കോമ്പിനേഷൻ ഹെൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഇവിടെ എങ്ങനെയായിരിക്കും? ബോറോ ചെയ്തിട്ടുള്ളതായിരിക്കില്ല റിസ്കി അസറ്റ്സ്, ഓൺ ഫണ്ടിലായിരിക്കും അവർ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ റിസ്ക് റെഡ്യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഫസ്റ്റത്തെ മെത്തേഡാണ് യൂസ് ചെയ്യുക. ലെൻഡിങ് വിത്ത് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡാണ്. ഇവിടെ എന്താണ്? നമ്മൾ റിസ്കി അസറ്റ്സിലും റിസ്ക് ഫ്രീ അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ റിസ്കി അസറ്റ്സിൽ നമ്മൾ എങ്ങനെയാണ്? ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് റിസ്ക് കുറയ്ക്കാൻ അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. അതേസമയം ലെസ് റിസ്ക് അവേർഷൻ, റിസ്ക് കുറയ്ക്കാൻ താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ചൂസ് ചെയ്യുക? അവരുടേതൊരു ലിവേർഡ് പോർട്ട്ഫോളിയോ ആയിരിക്കും. ഓക്കെ, അവരെങ്ങനത്തെയാണ് ചൂസ് ചെയ്യുക? ലിവേർഡ് പോർട്ട്ഫോളിയോ ആണ് ചൂസ് ചെയ്യുക. ദേ വിൽ ബോറോ ആൻഡ് ഇൻവെസ്റ്റ് ഇൻ റിസ്കി പോർട്ട്ഫോളിയോ. അവരെന്തായിരിക്കും? ബോറോ ചെയ്തിട്ട് അവർ റിസ്കി പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ ആയിരിക്കും. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് മെയിനായിട്ട് വരുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് ഇൻ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മെയിനായിട്ട് പറയുന്നത് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ എങ്ങനെയാണ് റിസ്കി അസറ്റ്സിൻ്റെ പോർട്ട്ഫോളിയോസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ. അപ്പോൾ ഇതിൽ റിസ്കി അസറ്റ്സിൻ്റെ കൂടെ റിസ്ക് ഫ്രീ അസറ്റ്സ് കൂടി വരുമ്പോൾ എങ്ങനെയാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയറിൽ ചേഞ്ച് വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു കോൺസെപ്റ്റിൽ മെയിനായിട്ട് പറയുന്നത്. അപ്പം അതിന് നമുക്ക് 2 മെത്തേഡ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്നാമത്തെ പറയുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് ലെൻഡിങ്. രണ്ടാമത് പറയുന്നതാണ് എഫിഷ്യൻറ്റ് ഫ്രോണ്ടിയർ വിത്ത് ബോറോയിങ് ആൻഡ് ലെൻഡിങ്. അപ്പോൾ ലെൻഡിങ്ങിൻ്റെ കേസിലാണെങ്കിൽ എന്താണ്? ഇവിടെ നമ്മൾ റിസ്കി അസറ്റ്സിലും റിസ്ക് ഫ്രീ അസറ്റ്സിലും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ രണ്ടും എന്താണ്? ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബോറോ ചെയ്യാതെ ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? റിസ്കി അസറ്റ്സിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ ലെൻഡ് ചെയ്യാന്നുള്ളതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? റിസ്ക് ഫ്രീ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെൻഡ് ചെയ്യാന്ന് പറയാം. അതേപോലെ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കോമ്പിനേഷൻ റിസ്ക് ഫ്രീയും റിസ്കി അസറ്റ്സ് ആണെങ്കിലും ഈ റിസ്കി അസറ്റ്സ് എങ്ങനെയാണ്? ഓൺ ഫണ്ട് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബോറോ ചെയ്യാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? നമുക്ക് ഇത്തരത്തിലൊരു റിട്ടേണും റിസ്ക്കും അല്ലെങ്കിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുക. ഇവിടെയും നമുക്കത് ഗ്രാഫിക്കലി ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി കുറച്ചും കൂടിയും റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള റിസ്ക് അവേഴ്സ് കുറവുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് ബോറോയിങ് ആൻഡ് ലെൻഡിങ് എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ അവരെന്താണ്? അവരുടെ ഓൺ ഫണ്ടിനേക്കാൾ ഒരു ഹ്യൂജ് എമൗണ്ട് ബോറോ ചെയ്തിട്ട് അവർ റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അവരുടെ ഓൺ ഫണ്ടിനേക്കാളും കൂടിയ ഒരു എമൗണ്ട് അവർ ബോറോ ചെയ്തിട്ടാണെങ്കിലും റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ ഒരു പോർട്ട്ഫോളിയോ റിസ്കി അസറ്റ്സും ബോറോ ചെയ്തിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്തിട്ടുള്ള റിസ്ക് ഫ്രീയും വേണ്ടി വരുന്ന ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ ലിവേർഡ് പോർട്ട്ഫോളിയോ എന്നാണ് പറയുക. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ്? W<1 ആണെന്നുണ്ടെങ്കിൽ ഫ്രാക്ഷൻ ഓഫ് ഫണ്ട് മാത്രം റിസ്കിയിലും ബാക്കി റിസ്ക് ഫ്രീയിലും, അതേസമയം W>1 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? ബോറോ ചെയ്ത ഫണ്ട് ഉപയോഗിച്ച് റിസ്കി അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കേസിൽ പോർട്ട്ഫോളിയോനെ നമ്മൾ പറയുന്ന പേരാണ് ലിവേർഡ് പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ലിവറേജ്ഡ് പോർട്ട്ഫോളിയോ എന്നാണ് ഈ ഒരു കേസിൽ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായിരിക്കും? ഹൈ റിട്ടേൺ ആൻഡ് ഹൈ റിസ്ക് ആയിരിക്കും. ഓക്കെ, ഒരു നോർമൽ പോർട്ട്ഫോളിയോനേക്കാളും അല്ലെങ്കിൽ റിസ്കി പോർട്ട്ഫോളിയോനേക്കാളും നമുക്ക് എന്തായിരിക്കും? ലിവറേജ്ഡ് പോർട്ട്ഫോളിയോയിൽ നമ്മുടെ റിസ്ക് ആൻഡ് റിട്ടേൺ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് എങ്ങനെയാണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് ത്രൂ ഔട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഫസ്റ്റത്തെ വരുന്ന കോൺസെപ്റ്റ് ഓഫ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് വരുന്നത്. ഓക്കെ,